പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു സ്കില്ല് നമ്മൾ കണ്ടത് രാജമാണിക്യത്തിലാണ്. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഒരിക്കൽ മുകേഷിന് അദ്ദേഹം ഈ ശബ്ദത്തിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടും തിരുവനന്തപുരംകാരനായ മുകേഷിന് പോലും മനസ്സിലായിട്ടില്ല മമ്മൂട്ടിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോൾ എന്തിനോടും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ പ്രകടമാണ്. അപ്പോൾ അംബേദ്കർ എന്ന സിനിമ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ശരിയാണെന്ന് അറിയില്ല. ഏകദേശം 700ഓളം നടന്മാരെ മോർഫിംഗ് നടത്തി ആ വേഷത്തിലേക്ക് ഫിറ്റിംഗ് ആണോ എന്ന് പരിശോധിച്ച് ഏറ്റവും ഒടുവിലായി തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു മഹാനായൊരു നടന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് അത്തരം സിനിമകൾ മാറിയതിൻ്റെ ചരിത്രം ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ അമരത്തിലെ കഥാപാത്രം അതേ ആൾ തന്നെയാണ് പിന്നെ നമ്മുടെ ചന്തുവിനെ ചെയ്തത്, അതേ ആൾ തന്നെയാണ് ജോസഫ് അലക്സിന് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സിനിമ എടുത്ത് പരിശോധിച്ചാലും കഥാപാത്രത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് തൻ്റെ മുൻകാല സിനിമകളിൽ നിന്നും ഒരു ബന്ധം പോലും ഇല്ലാതെ അതിന് തീർത്താതെ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഫ്രഷ്നെസ് എന്നുള്ളൊരു ഫാക്ടർ ഓരോ കഥാപാത്രത്തിനും അത് നൽകാൻ 100% നൽകാൻ അദ്ദേഹം തയ്യാറുണ്ട്. അത് മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും അത് സൗണ്ട് വേരിയേഷൻ്റെ, ഞാൻ പറഞ്ഞാൽ ഇപ്പം ഒരു സെൻറ്റിമെൻ്റൽ സീനിലൊക്കെ അഭിനയിക്കും ഇത്ര അധികം സൗണ്ടിൽ വേരിയേഷൻ വരാവുന്ന, അതല്ലെങ്കിൽ അതിനെ ഒരു ഫീല് സൗണ്ടിൽ കൊടുക്കാൻ കഴിയാവുന്ന അത്ര മനോഹരമായി ഡബ് ചെയ്യുന്ന എത്ര നടന്മാർ നമുക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഓരോ കഥാപാത്രം ഓരോ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യത്തിലെ രംഗങ്ങളൊന്നും ഇന്നും മലയാളിക്ക് മറക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന അതുകൊണ്ടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിനയം മാത്രമല്ല അതിന് നടത്തുന്ന ഡബ്ബിങ്, സൗണ്ടിന് കൊടുക്കുന്ന പിന്നെ വേരിയേഷൻ, അതൊക്കെ ഓരോ കഥാപാത്രത്തിനും ആ ഒരു സിറ്റുവേഷനും അനുസരിച്ച് അതിനകത്ത് നൽകുന്ന വേരിയേഷനൊക്കെ നമുക്ക് അതുല്യം എന്നുള്ളൊരു വാക്ക് ഏറ്റവും മിനിമം നമുക്കതിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാൻ കഴിയും. സിനിമകൾ ഇപ്പോൾ നമുക്ക് എല്ലാ സിനിമയും 100% വിജയിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. പല സിനിമകളും പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ 1-2 പടങ്ങളും ഒക്കെ കണ്ടപ്പോൾ തീർച്ചയായും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയല്ല എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ കാരണം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കാരണങ്ങളുണ്ടാവാം, മുൻകാലങ്ങളിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ചില ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാവാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ചില സിനിമകൾ അദ്ദേഹം ചെയ്യേണ്ട സിനിമയാണ് എന്നൊരു ഫീല് പലപ്പോഴും വന്നിട്ടില്ല. അല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്തതിൽ ഒരു ഫോൾട്ട് സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റ് കഥാപാത്രങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചും വളരെ വിജയിച്ചും മലയാളി ഇഷ്ടപ്പെട്ടുള്ള സിനിമയൊക്കെ അദ്ദേഹം കഥാപാത്രത്തിൻ്റെ സെലക്ഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്ത സിനിമകളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളും നേരത്തെ പറഞ്ഞ സിനിമകളും ഇപ്പം വടക്കൻ വീരഗാഥയായാലും അമരമായാലും വാത്സല്യമായാലും പ്രാഞ്ചിയേട്ടനായാലും കിങ് ആയാലും ഇതുപോലെ നമുക്ക് സംഭവിച്ചിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള മെഗാ ഹിറ്റുകളൊക്കെ അദ്ദേഹം തിരഞ്ഞെടുത്തപ്പോൾ മലയാളി അതിനോട് കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പം വരാൻ പോകുന്ന പറഞ്ഞു കേൾക്കുന്ന സിനിമകളെല്ലാം തന്നെ മലയാളി വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളാണ്. നേരത്തെ പറഞ്ഞ വിധേയനിലെയൊക്കെ വേഷം ചെയ്ത അതേ മമ്മൂട്ടി തന്നെയാണ് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് മുൻപ് അഭിനയിച്ചതും ഇനിയും അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ട് മുമ്പ് അഭിനയിച്ച ആ ഒരു കഥാപാത്രം വീണ്ടും അദ്ദേഹത്തിലൂടെ തന്നെ മലയാളിക്ക് കാണാൻ കഴിയാന്നുള്ളത് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഇപ്പോഴും അങ്ങനെ ആളുകളുടെ ഇടയിൽ ലൈവായി നിൽക്കുന്ന ആളുകൾക്ക് ആ ഫ്രഷ്നെസ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ സിനിമക്കപ്പുറം മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും ശ്രദ്ധിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം മലയാളിയുടെ ഒരു വികാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഇഷ്യൂവിനെ സംബന്ധിച്ചിപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഈ പിന്നെ ലഹരികളിലോ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് MLA എന്ന തരത്തിൽ ഞാൻ പങ്കെടുത്ത 1-2 പരിപാടി ലഹരി വർജിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിപാടികൾ. അപ്പോൾ അതിനകത്ത് കയറുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് അത് ഉപയോഗിക്കരുത് എന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയാവുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഏറ്റവും പോസിറ്റീവായി ഞാൻ കണ്ട ഒരു സാധനം, കലാകാരനാണെങ്കിൽ മദ്യപിച്ചേ തീരൂ, അതല്ലെങ്കിൽ പുകവലിച്ചേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. അതില്ലാത്തവർക്കും ഇതിൽ കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും പറയാൻ കഴിയാത്ത, പലരും പറയാൻ മടി കാണിക്കുന്നൊരു അഭിപ്രായം തുറന്നു പറയാൻ ഒരു ആർജവം കാണിച്ചിട്ടുള്ള ഒരാളാണ്. അതിനൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ, ഇപ്പം റോഡിൻ്റെയൊക്കെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതൊക്കെ പല കാര്യങ്ങളിലും ചിലപ്പോഴും നമുക്ക് അനിവാര്യമാണ് എന്ന് പിൽക്കാലത്ത് തോന്നുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രംഗത്തുകൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പലപ്പോഴും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ അവാർഡിൻ്റെ കാര്യം നമുക്കറിയാം, ഭരത് ഉൾപ്പെടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന നടനാണ്, ഇനിയും കൊണ്ടുവരാനിരിക്കുന്ന നടനുമാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല.